എനിക്ക് മമ്മൂക്കയുടെ പടം തന്നെ ചെയ്യാൻ പേടിയുണ്ടായിരുന്നു. ഒരുപാട് പടം അങ്ങനെ വിട്ടിട്ടുണ്ട്. മമ്മൂക്ക വഴക്ക് പറയുന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ അടുത്തപ്പോഴല്ലേ ആൾ പാവമെന്ന് അറിയുന്നത്. അങ്ങനെ ഒരുപാട് പടം ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ആ നമുക്ക് നൊമ്പരത്തി പോവൊക്കെ ചെയ്യാൻ നേരത്താണ് സാറിൻ്റെ പടമായിട്ട് ഒരു ധൈര്യം വന്നത്. എങ്കിലൊരു പേടി തോന്നുമായിരുന്നു. ആ കൊണ്ടുകൊടുത്ത സാറ് ഇത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. മോഹൻലാൽ പിന്നെ അങ്ങനെ ഒട്ടും പറയാറില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഇത് മതി അങ്ങനെയൊക്കെ തന്നെ ചോദിക്കും. ജേതി ചേട്ടനെയൊക്കെ ചോദിക്കുന്ന പോലത്തെ വേറൊരു ലൈൻ എനിക്ക്. മമ്മൂക്കയ്ക്ക് പിന്നെ ഇച്ചിരി കാണുമ്പോഴുള്ളൊരു മോടിയൊക്കെ വേണം. അങ്ങനെ ഞാൻ ഒരിക്കൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സാറിന്. പക്ഷെ അറിഞ്ഞില്ല, വൃത്തിയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അന്നൊക്കെ ബോംബെയിലൊക്കെ പോയി എനിക്കൊന്ന് മഹി അങ്ങനെ ജോർജ് സാറിൻ്റെ പടം ചെയ്യുന്ന വലിയ കോസ്റ്റ്യൂമർമാരുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ്യൂമറൊക്കെ ഫ്ലൈറ്റിലാണ് വരണം, അവിടെ പോയി ബോംബെയിൽ നിന്ന് മമ്മൂക്കയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഷർട്ടൊക്കെ വേണം. ഇപ്പോൾ ഇവിടെ കാശുമില്ല. നമ്മുടെ അല്ല പ്രിയ ഫിലിംസിൽ അവിടെ ഒരു പടത്തിൽ സാറ് വന്നപ്പോഴത്തേക്കും വേലാൻ ചേട്ടൻ വേറൊരു പടത്തിന് പോയി മെരിലാൻഡ് വെച്ച്. ഷർട്ടില്ല, പെട്ടെന്ന് DBയുടെ ഷർട്ട് വേണം, പൈസയും ഇല്ല, പ്രൊഡ്യൂസറും സ്ഥലത്തില്ല. പിന്നെ അവിടെ ഒരു ഷർട്ടിന് തുണി എടുത്ത് വെച്ച് 2 കളറൊക്കെ ചേർത്ത് വേറെ റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ കളറൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ DB എന്നൊക്കെ എഴുതി ബസ്സോട് കയറ്റി മുമ്പ് കൊണ്ട് ചരിച്ചിട്ട് തൃപ്തിയായിട്ടിട്ടുണ്ട് പോയി. DBയുടെ വെച്ചിട്ടുണ്ട് പോയി. ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചോളൂ. മുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴോ യാതൊരു മനോരമയിലെന്തോ സാറിൻ്റെ എന്തോ ഒരു കുറ്റം പറയാൻ കിട്ടിയൊരു അവസരം ആ സമയത്ത് തന്നെ ഞാനിത് പറഞ്ഞ വാചകമേള എന്ന് പറഞ്ഞ അടുത്ത് വെച്ച് എഴുതിയിരുന്നു. ആർക്കായാലും ദേഷ്യം തോന്നിപ്പോയി. കറക്റ്റ് അന്ന് ഞാൻ രാവിലെ ഒറ്റപ്പലത്ത് മുമ്പ് ചെന്ന് ചാടുകയും ചെയ്തു. ശരി, എന്ത് പറഞ്ഞത്? ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം ഈ ഇങ്ങനെ പറ്റിക്കണത്. കാരണം ഈ ചില ആർട്ടിസ്റ്റുകൾക്ക് നിവൃത്തിയില്ലാണ്ട് ചെയ്തു പോയത്. അതെ, ഈ ബ്രാൻഡ് തന്നെ വേണം, അതല്ലെങ്കിൽ ഇന്ന അല്ല നമുക്ക് അതിനെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കണം, ഈ സൂട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയും. ആ ആള് തന്നെ വേണം, ആ മെറ്റീരിയൽ വേണം. അങ്ങനെ മഹി ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. സംസാരിച്ച മഹി പറയാ അതൊക്കെ അവര് പറയും. സെയ്ദ് ബോക്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ പാൻറ് തയ്ക്കുള്ളായിരുന്നു നമുക്ക്. അപ്പൊ ഈ സെയ്ദ് ബോക്കറിന്റെ ഇത് കൊണ്ടു നടക്കണ്ടായിരുന്നു, ലേബല് കൊണ്ട് നടന്നിട്ട് എവിടുന്ന് തയ്ച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് മഹി അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് മഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതൊക്കെ. കാരണം അവര് വിശ്വാസം വൃത്തിയായിരിക്കാൻ വേണ്ടി പറയുന്ന. അതെ അതെ.